ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. നമ്മൾ ഇത് കളിച്ച് നമ്മൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് അതിനകത്ത് നമ്മൾ ഗോഡ്സില്ല തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും കൊണ്ടുവന്നു കൈജു മൾട്ടിവേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഗോഡ്സിലേക്ക് എവല്യൂഷൻ നടക്കും. റിക്വേർഡ് ലെവൽ 100, യുവർ ലെവൽ വിൽ റീസെറ്റ്. ശരി, കൺഫേം യുവർ എവല്യൂഷൻ. വേണ്ട ഗൈസ്, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് 75,000 കോയിൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് എവല്യൂഷൻ നടത്തണം. നമുക്ക് ഇപ്പം എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവൊന്നുമല്ല, പക്ഷെ കുറവാണ്. നമുക്കിപ്പോൾ 65 ആണ് നമ്മളുടെ ലെവല്. നമുക്ക് ഒരു 70 ആക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു 70 ആക്കാൻ ശ്രമിക്കാം ഇപ്പം തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗോഡ്സിലെ വെച്ച്. എന്താണെന്ന് ഇവിടെ അടിയാണല്ലോ ഇപ്പം തന്നെ. ഉണ്ടോ നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ യവനായി ആവുമായിരിക്കും. ഇതോടെ പൊരിഞ്ഞ അടി കിടക്കുന്നു. അവൻ മിക്കവാറും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് അങ്ങോട്ട് ഒരു വെടി വെക്കാൻ തീ വിട്ട് വെക്കാം. അവിടെ എന്നെ തീ നിങ്ങൾക്കാർക്കും വേണ്ടേ? സുഖടാ, ഓടിക്കോടാ, അതോ നമ്മുടെ പുറകെ വരുന്നു. നമുക്ക് യവനെ പഞ്ഞിക്കിടാം. ഇതോടെ വെളുത്തെടുത്ത് നിൽക്കുന്നുണ്ട്. ഒന്നും നടക്കടാ. ഹൈ, കടിച്ചു പിടിച്ചു, എന്നിട്ടെടുത്തെറിയും. ചാകം പറന്നങ്ങ് പോയി. വേഗമൊന്നും നടക്കോ? നടക്കടാ. അപ്പം നമ്മൾ വീണ്ടും ഗോഡ്സിലായിട്ട് നമ്മൾ വാല് വെച്ച് വിപ്പ് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ തീയിടും. തീവിട്. 15 ഹിറ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ വീണ്ടും യവനെടുക്കും. പക്ഷേ കൊന്നു കളഞ്ഞു. അവനെ കൊന്നില്ലേ? അവനെ കൊന്നു. പക്ഷേ ഈ ഹെഡിങ് കാണിച്ച എൻ്റെ പേരൊന്നുമില്ല, അവിടുത്തെ പേര് എൻ്റെ ഒന്നുമില്ല. നമ്മളോട് ടാപ്പായ. അവിടെ പൊരിഞ്ഞടി കിടക്കുന്നു. അവൻ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആണാണ്, അവൻ പൊട്ടിത്തെറിക്കും ഇപ്പം. മിന്നാമിനി കണക്ക് കത്തുന്നുണ്ട്. അവനിപ്പോൾ പൊട്ടിത്തെറിക്കും. ഓടിപ്പോടാ, ജീവൻ വേണമെങ്കിൽ. അവൻ പൊട്ടിത്തെറിക്കാനോ? ഈ 2 ബിൽഡിങ്ങിനെ കൊണ്ട് വലിയ കഷ്ടമായില്ലേ? എന്താ അവൻ പൊട്ടിത്തെറിക്കാനാ? ഉണ്ടോ, അവൻ പൊട്ടിത്തെറിക്കാനാ? അവന് കുറച്ച് ഹെൽത്തേ ഉള്ളൂ. അവൻ പൊട്ടിത്തെറിക്കും. നമുക്ക് അവനെ പൊട്ടിത്തെറിപ്പിക്കാതിരിക്കണം. അതിനു വേണ്ടി നമ്മൾ തീ വിടറാ. അവൻ ഹീൽ ചെയ്തെന്ന് തോന്നുന്നു. അവൻ ഹീൽ ചെയ്തില്ല. ഉണ്ടോ, അവൻ ഇപ്പം പൊട്ടിത്തെറിയും. എടാ, ഞാനാടാ ഇവിടെ നിന്നെ അടിക്കുന്നത്. ഞാൻ ഇവിടെ നീക്കിക്കൊണ്ടിരിക്കുമോ? അവനെ ഇപ്പം എനിക്ക് കൊല്ലാം, പക്ഷെ അവനെന്നെ കൊല്ലാൻ സമയം തരത്തില്ല. അതാണ് അവൻ്റെ പോളിസി. ചത്ത് നമ്മളവനെ കൊന്നില്ല. പക്ഷെ അവൻ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പേ നമ്മളവനെ കൊന്നു. നമ്മളവനെ കൊന്നില്ലല്ലോ. അവൻ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പേ നമ്മളവനെ കൊന്നു. നമ്മൾ ഹെൽത്ത് ഉണ്ടാവും 140 ഉള്ളൂ. അപ്പം നമ്മൾ റോർ ചെയ്യണം. അപ്പം കുറച്ച് ഹെൽത്ത് കൂടും. റോർ ചെയ്യുന്നുണ്ടാവും. അത് വായിലെന്താണ് നോക്ക്. വായടച്ച് കളഞ്ഞു നോക്കാൻ എടുത്ത്. യൂണിനൂബ് അജിയെ കൊള്ളത്തില്ല. ഇവിടെ നടന്നെത്തുന്നതിനെക്കാട്ടി വേഗം ഞാൻ മെനുവിൽ പോയിട്ട് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യില്ല.
നമുക്കല്ലെങ്കിൽ 75,000 രൂപ എടുക്കാം. ഒരു ദിവസം ഫുള്ളൊരുന്ന് ഗ്രൈൻഡ് ചെയ്യണ്ട, പകുതി ദിവസം മതി. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കോയിൽ 2 മൾട്ടിപ്ലയർ ഉണ്ട്. കണ്ടോ, നിങ്ങൾ സൈഡിൽ നോക്കുമ്പോൾ കാണാം. അയ്യോ എന്നെ അടിച്ചതാ. ചുമ്മാ റോറും വേസ്റ്റാക്കി. എന്നിട്ടാണ് ഈ ഹെൽത്ത് ഒട്ട് കൂടിയതുമില്ല. അടുത്ത റോറിൽ ഹെൽത്ത് കൂടും. ഒന്ന് പോടാ. നമ്മൾ ഇമോട്ട് ഇട്ട് നോക്കിയാലോ? എവിടെ ഇമോട്ടൊന്നും ഇല്ല. ഹൈഡ്. അയ്യോ ഞാൻ മെനു പോയല്ലേ. ഞാൻ മെനുക്ക് നോക്കി. അല്ലല്ലോ എവിടത്തേക്കും ഹൈഡൊന്നും കൊടുത്തെന്തിനാ? ഞാൻ ഹൈഡ് കൊടുത്ത്. നമ്മൾക്കപ്പം ഇതൊന്നും വേണ്ട. മുടക്ക് വേഗം അതുകൊണ്ടാണ് പഞ്ഞി കിട്ടാലോ. വേണ്ട. ബോട്ടിലെ വേഗം റോറ് ചെയ്തു. അവൻ കയറി വരുന്നവരെ നമുക്ക് സമയമുണ്ട്. കയറി വരുന്നവരെ അവൻ നടന്നതോ വരുന്നു. നമ്മളെന്തിനാ അവനെ പേടിച്ചോടുന്നു? എനിക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കുവാണ് എന്നോട് തന്നെ. ഇവിടെ എത്ര കടലായി? ഇവിടെ വെള്ളപ്പൊക്കം പിടിച്ചോ? ഇവിടെ എത്ര? ഇതെന്തോ പറ്റിയത്? നമ്മൾ 4 ചുറ്റും കടലാണ്. ഇവിടെ ഒന്നും ആരും ഇല്ല. ഞാൻ അടുത്ത് സർവർ ജോയിൻ ചെയ്യട്ടോ. അവനെ എടുത്ത് ഇങ്ങോട്ടോ ഞാൻ എറിഞ്ഞു. അവനീ ലോകം വിട്ടുപോയി. നമ്മൾ ഭയങ്കര ഡേഞ്ചറായെന്ന് തോന്നുന്നല്ലേ? എന്താ ഈ 65 ലെവലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ സ്റ്റാമിനയൊക്കെ വർദ്ധിച്ച് നമ്മുടെ കണ്ണിന് വ്യത്യാസം വന്നോ? ഇല്ല, കണ്ണിന് വ്യത്യാസം വന്നില്ല. നമ്മുടെ പല്ലിന് വ്യത്യാസം വന്നോ? എവിടെ? ഈ സർവറിലൊന്നും ആരുമില്ല. ഞാൻ വേറെ സർവർ ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പുതിയ സർവർ ജോയിനായി. സർവർ നമ്മൾ ഷിഫ്റ്റിലോട്ട് ഇട്ട് കളിക്കുക. ഇന്നോ ഇവിടെ എടുത്തോ ചുമ്മാ കഴിക്കും. നമുക്കൊന്ന് ചൊറുന്നല്ലേ? വേണ്ട അവന് ബുദ്ധിയുണ്ട്. എടാ ഞാൻ നിന്നെ അല്ലടാ ഇതിപ്പോൾ ഉദ്ദേശിച്ച. സോറിടാ മൈ മകനെ. അയ്യോ എന്നെ കടിക്കുന്നു. ചുമ്മാ ഇരുന്ന അവൻ നമ്മളെ എന്തായാലും കൊല്ലും. എനിക്ക് ഒരു ഇടി ഇടിക്കാൻ പോലും സമയം തരത്തില്ല. എടാ സോറി. സോറി പറഞ്ഞപ്പോൾ ചെറുക്കനെ ഒതുങ്ങിയെന്നാ ഞാൻ വിചാരിച്ചതാ. രണ്ടാമത്തെ എടാ എന്നെ അടിക്കല്ലേടാ, ഞാൻ പാവമാടാ. എടാ കഷ്ടമുണ്ടോ? നമുക്ക് പാവം കിട്ടൂടാ എന്നെ അടിച്ചാ. ഓടിപ്പോടാ കോച്ചില്. അവിടെ നിൽക്കും അവൻ. ഇവിടെ എന്നെ അടിക്കല്ലേ. ഓ എന്നതാ എടുത്തോണ്ട് പോണ്. അയ്യോ ചുമ്മാ ഇരുന്ന് അവനെ നമുക്ക് റോൾ ചെയ്ത് ഹെൽത്ത് കൂട്ടാം. ഹെൽത്ത് കൂടി എടാ ഞാൻ പാവൂട്. ഇവിടെ അതും തോന്നുന്നു. ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ തോന്നുന്നു. അടി വെള്ളത്തിൻ്റെ അടിയിൽ. വെള്ളത്തിൻ്റെ അടിയിൽ അതെന്തോന്നത്? അത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ്. അവനെ കാണാനില്ല. അയ്യോ ഇറങ്ങി പോളാ. ഈ സമയത്താണ് അവൻ അടിച്ചു. പറന്നു വരുന്ന എവിടെ തോന്നി കാക്കയാ പറക്കാൻ. അതാ വേറൊരുത്തവൻ. അത് എന്നെ തന്നെ അവൻ അടിച്ചു. ഇടിയങ്ങോട്ടോ ഒരു ഇടിയെങ്കിലും ഇടിച്ചായതുവരെ അവന് ഒരു ഡാമേജ് പോലും കിട്ടിയില്ല. അവൻ്റെ ഹെൽത്ത് ബാർ നോക്കിയ ഈ സർവറിനെക്കാട്ടും നല്ല മറ്റേ കാര്യം. കുറച്ച് സമാധാനവും കൂടെ ഉണ്ട്. വീണ്ടും അവൻ പറന്ന് കളിക്കുന്നു. എടാ ഞാൻ നീ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഞാൻ നീ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. സോറി കമൻറ്റ് സോറി ഫ്രണ്ട്
ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്. ക്ഷമിച്ചേക്കെന്നും തോന്നുന്നു. വേറെ ഫ്രണ്ടല്ലേ? ഭാഗ്യം നമ്മളൊന്നും ചെയ്തില്ല. ഇനി ഞാൻ തീരും. അടി അങ്ങോട്ട് അടിയണോ? അവനെ കൊന്നട്ടാ ഞാനില്ല പവർ ഉപയോഗിച്ച. മോശമായി. ഇപ്പൊ തീരുപ്പിട്ട് കാര്യമില്ല. അയ്യോ എന്നെ അടിക്കല്ലേടാ. എടേ നിങ്ങൾ അടിച്ചോളാ. നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അയക്കൂ. എന്നെ മാത്രം അടിക്കുന്നു നിങ്ങൾ. അവൻ എനിക്കുള്ള പോക്കാത് എനിക്കുന്നത് അല്ലല്ല. നോക്കി പഠിക്കോ നിങ്ങളല്ല. ഫ്രണ്ട്സ് നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ഓ അവ അതിനെയായിരുന്നു അടിക്കുന്നത്. സോറി ഇടാ മോനെ. ഞാൻ വിചാരിച്ചു നീ എന്നെ അടിക്കുന്നു. കടിച്ചുപിടി. പോയിടി. വേഗം തീ തുപ്പറാ. അവനെ വീണ്ടും കൊന്നു. പൈസ ഒന്നും അത്ര കയറിയില്ല. എന്നെ എന്താ ഉദ്ദേശത്തിലാ നീ നിൽക്കുന്നത്? മാറിയിരിക്കാം. വലിയ അണ്ണന്മാരുണ്ട്. ചെക്കൻ സീനായി. കിങ്കോങ്ങിനെ വെറുതെ അടി മേടിച്ച് കൂട്ടല്ലേടാ. കിങ്കോങ് ഇട്ട് മെരിക്കുന്നതാണ്. എന്നെ എന്തോത്തിനാ അടിക്കുന്ന നീ? ഞാൻ നീ ചെയ്താ നിന്നെ? എടാ നമ്മളൊക്കെ കട്ട ഫ്രണ്ട്സ് അല്ലേടാ. അല്ലേ ആണടാ കഷ്ടമുണ്ടോ? എടാ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേടാ. അത് തന്നെ ആ കിങ്കോങ്ങിനെ ഇടിച്ചങ്ങോട്ട് പരത്തി. അത് നമ്മളൊക്കെ ഫ്രണ്ട്സ് ഇല്ലേടാ. എവന് പറഞ്ഞാൽ മനസ്സിലാവൂല. മര്യാദയ്ക്ക് അങ്ങോട്ട് ഞാൻ ഇരിക്കുമ്പോൾ എന്നെ വീണ്ടും ഇടിക്കുന്നു രണ്ടാമത്. രണ്ട് കിങ്ങോങ് ഒരു ഗോഡ്സിനെ ഇട്ട് ഇടിച്ച് പൊളിക്കുന്നു. അത് തന്നെ മറ്റവനോട് ഒരു ഇടി ഇടും. എടാ ഗോഡ്സിലേടാ മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂടാ. എടാ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ആര് കേൾക്കാൻ ഇവിടെ അവൻ്റെ ഒരു സ്വന്തക്കാരൻ കിടന്ന് ഇടിയുള്ളൂ. നിന്നെ ഞാനിന്ന് പുറപ്പിച്ചെടുക്കൂടാ. പ്രശ്നമായില്ലേ? എന്നെ വീണ്ടും എടുത്ത് തൂക്കി എറിയുന്നു. അത് തന്നെ അവൻ്റെ ഫ്രണ്ടിനെ പിടിച്ചിരുന്നു. ഞാൻ പോട്ട്. എനിക്കൊന്നും വയ്യ. നിങ്ങൾ ഇടിയോ ഉണ്ടോന്നില്ല. തലയ്ക്ക് വെച്ചൊരു ഇടിയോ എടുത്തു.
ഞാൻ ചത്ത്. എന്താന്ന് പറഞ്ഞാൽ അവന്മാര് ടീമാണ്. ഈ റോഡ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വായിലുള്ളിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ല. എന്നിട്ട് കുഴപ്പമില്ല. അത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വാ അങ്ങോട്ട്. ചുമ്മാ ഇരിക്കുക. ഞാൻ ചത്തു. നമുക്ക് കിങ്കോങ്ങായിട്ട് പോവാം. നമ്മുടെ കൂട്ടത്തിൽ ചേരണം. അല്ലെങ്കിൽ കുറെ ഇടി മേടിച്ച് കൂട്ടും. പക്ഷെ ഇപ്പൊ ലെവലപ്പാവൂല. അതാണ് പ്രശ്നം. അടിക്കാൻ വരുന്നു. എടാ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? എടാ നമുക്ക് ഫ്രണ്ട്സ് ആവാടാ. ഫ്രണ്ട്സ് ആവാടാ. എടാ എവിടെ ചെന്നാലും ഇതാണല്ലോ ദൈവമേ. ഇത് കട്ടോന്ന് പറയുന്നത്. ഞാൻ മെനുവിൽ പോകുന്നു. ചത്ത്. നമുക്ക് ഗോഡ്സിലെ ആവണം. ഇവിടെ അവിടെ സ്പോണാ വരുന്നത്. അവന്മാർ നമ്മള് അത് തന്നെ അവിടെ സ്പോണാവില്ല. നമ്മൾ ഗോഡ്സിലെ ആയിട്ട് 2 തീയൊക്കെ വിട്ട് 3 ഇടിയൊക്കെ കൊടുത്ത് ഇപ്പം ആരും കാണുന്നില്ലല്ലോ. നമുക്കൊരു തീയിട്ട് നോക്കാം. എടാ വലിയ എണ്ണം വന്ന കണ്ടില്ലേ നിങ്ങൾ? അയ്യോ പോടാ. എൻ്റെ അക്കൗണ്ടിൽ പൈസ അല്ലേ ഇപ്പോൾ പോയെന്ന്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്? അത് തന്നെ കടിച്ചു പിടിച്ച് എടുത്തെറിയാണ്. ഒരു ഇടി കൊണ്ടപ്പോൾ അവനെ മനസ്സിലാവും എന്തേലും മിണ്ടുന്നില്ല. അതൊക്കെ ഒരു ഇടി ഉണ്ടതോടെ അവൻ്റെ ബോധം പോയത്. നമുക്ക് ചല്ലോ. തീവിട്. ഒരടി അടിച്ച അവൻ്റെ ജീവൻ ചത്തു. ഒരടി അവൻ ചത്തൊന്ന് എഴുതി കാണും. ചത്തു. അതാണ് ആരും ഗോഡ്സിൽ എടുത്ത് കളിക്കാൻ നിർത്തിയത്. കണ്ടാ ഒരു മരമൊക്കെ നമ്മുടെ കാലിൻ്റെ അത്ര പോലും ഇല്ല. ഓ എത്ര ചവിട്ടിയിട്ടും മരം പൊളിയുന്നില്ല. ഇത്ര വലിയ കിങ്കോങ്ങിനെ കൊല്ലാൻ ഒരു മരത്തെ ചവിട്ടി കൊല്ലാൻ പറ്റൂല. എന്തിനാണോ? ഈ കിങ്കോങ് സ്റ്റാച്ചു ആയോ? നമുക്ക് തീ വിട്ടു. എന്നല്ല ഈ നാട്ടിലുള്ള കിങ്കോങ്ങിനെയും ഞാൻ കൊല്ലും. ഒരുത്തുവിനെ പോയി ഞാൻ വെച്ചിട്ടില്ല. പടക്ക്. ഈ ഗോഡ്സിലേക്ക് ഇപ്പോൾ യവന് വലിയ കുഴപ്പമായില്ല. ഇപ്പോൾ മനസമാധാനത്തോടെ ഒരു കിങ്കോങ്ങിനെ കൊല്ലാൻ പോലും സമയമില്ല. യവനെ ഞാൻ പിടിച്ചടിക്കട്ടെ. അവൻ പോണു. അത് ശരി വീണ്ടും വന്നിട്ടില്ല. യവനെ കൊണ്ട് പോയില്ലേ. ഒരു കില്ലെടുക്കാൻ സമയത്തില്ല. എന്നാ പാസ്. അവനെ പഞ്ഞിക്കിട്ട്. നമുക്കിത് ഇവിടെ കണ്ടോണ്ട് നിൽക്കാം. കുറച്ച് മാറിയിരിക്കാം. എപ്പോഴും അടി വരുന്നതെന്ന് അറിയാൻ പറ്റൂല. കിങ്കോങ്ങല്ലേ ആള് ചാടി അടിച്ചു തരും. ഇതാ എൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നു. എന്തിനുള്ള പുറപ്പാടാണോ നിൻ്റെ?
തീ വിട്ടാലോ ഇപ്പോൾ? തീ വിടാം. ആ ചെറുക്കന് കാര്യം മനസ്സിലായി, അതാ ഓടുന്നു. എൻ്റെ തീക്കത്ര പവറൊന്നുമില്ല. ഓ അത് തന്നെ പൊട്ടിത്തെറിപ്പിച്ച് മാസ് എൻട്രി. യമാരെ രണ്ടുപേരെ ഉയ്യോ ഇതോ വരുന്നു. ഇതിനൊക്കെ എന്തോത്തിൻ്റെ കുഴപ്പമാണോ എന്തോ. എന്നെ കൊന്നാ, ഒരടിയിൽ എന്നെ കൊന്നാ. ഫുൾ HP ഉള്ളായിരുന്നല്ലോ. ഞാൻ ഒന്നും കൂടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട്. ഫുൾ HP ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വാച്ച് ചെയ്ത് നോക്കണം. ഫുൾ HP ആയിരുന്നു. ഫുള്ള് റോഡ് സിറ്റിയിലൊക്കെ നടക്കാനറിയില്ല. മോനിപ്പോൾ ചാവും. ജിംബൂംബ ചത്തു. ജിംബൂംബ പറഞ്ഞ മോൻ ചത്ത് മണ്ണടിക്കും. ഈ കിങ് കോങ്ങിന് ആക്സ് ഇല്ലാത്ത വലിയ പ്രശ്നമാണ്. ഇതെന്തോന്ന്? ഇത് എവിടുന്നാ ഇത്? ഇന്നിപ്പോൾ എടാ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? എടാ അവൻ്റെ കൂടെ ഒക്കെ ഇരിക്കാൻ പോയാൽ എനിക്കൊരു തുള്ളി പീസ് പോലും കിട്ടൂല. അടിച്ച് തിമർത്തി കളയും. എടാ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? തിക്ക് ഫ്രണ്ട്സ് അല്ലേ? അത് തന്നെ അവൻ്റെ കൂടി ഇടി ഉണ്ടാക്കാൻ പോകും. ആ പാട്ട് ഞാനവിടെ ചുമ്മാ നിൽക്കാം. അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ഞാനിപ്പോൾ ചുമ്മാ നിൽക്കാം. ഇത് വാടാ ഇങ്ങോട്ട്. കണ്ട ആരോഗ്യത്തിന് നല്ലതാണ് അത്. ചുമ്മാ നിന്നുകൊണ്ട് അവൻ എന്നെ വെറുതെ വിട്ടിട്ട് പോയി. അല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു. അടിച്ച് ഇങ്ങോട്ടടിച്ചതിനെ തന്നെ. അവൻ വീണ്ടും പുറകിലോട്ട് നടക്കൂ. എടാ കഷ്ടമുണ്ടോ? ഇതോടുന്ന് ഈ റോക്കറ്റൊക്കെ അമ്മച്ചി ആകാശത്താ. ഞാനൊന്ന് നോക്കാം. ഓ പോളി എനിക്കത്ര നടക്കാം. സ്റ്റാൻഡിൽ ബാ നമുക്ക് ഇടിയുണ്ടാക്കാൻ പോവാം. വരുന്നില്ലേ? ഓ അവന് കുറച്ചുകൂടെ സ്പീഡുണ്ട്. പോണുണ്ടോ? ഞാൻ അവരെ പൊടിഞ്ഞിരിക്കും. ഓ എൻ്റെ ചേട്ടൻ ഇതായിരുന്നല്ലേ. അവൻ്റെ വെടി തീർന്നപ്പോൾ ഈ വെടി പിടിച്ചോ? അയ്യാ മലത്തിയെറിയുമ്പോൾ എൻ്റെ നെഞ്ചത്തോളം നീ വരുന്നത് മുതൽ ഈ തുപ്പുന്നാണ്. അത് ശരി, എത്രയ്ക്കാണ്? അത് തന്നെ മുമ്പിൽ കയറി നിന്ന് ഓടി. എടാ നീ എന്നെ അടിക്കാൻ വന്നാലേ ഞാൻ കടിച്ചു പിടിച്ച്. ഓ എൻ്റെ ചേട്ടൻ പൊളിയാണ് കേട്ടോ. ഓ അവനെ കമ്പി കയറ്റി. കമ്പി കയറടാ മോനെ ഞാൻ അവൻ പണ്ട് പറഞ്ഞിട്ടുള്ള എവനെ ഞാനൊന്ന് ചെയ്തിട്ട് പട്ട് എൻ്റെ തീയൻ്റെ നെഞ്ചത്തായിരിക്കുന്നു ഇപ്പം. അവനെ അടിയോടോ. ഓ അവനും തീർപ്പാനായിരുന്നല്ലേ. നമുക്ക് പൊതിഞ്ഞെടുക്കാം. കൊന്ന് യെസ് കൊന്നിരിക്കുന്നു. നല്ല ഐശ്വര്യമായിട്ടാണ് കൊന്നിരിക്കുന്നത്. എടാ ഇങ്ങോട്ട് വേടാ. രണ്ടാമത്തെ തീയും പൊളിച്ചു. പക്ഷെ വരുന്നില്ല. നമുക്ക് ഒറ്റക്കിടിയില്ല. അത് തന്നെ ആശം വന്നു ഒന്നും നോക്കാനില്ല. ഇപ്പോൾ അവനെ അടിച്ചാൽ കൊല്ലും.
ഓ എൻ്റെ ആശാന് എന്തോന്നു നീ ചെയ്യുന്നത്? എൻ്റെ ആശാനെ കൊല്ലാൻ വരുന്ന? എൻ്റെ ആശാനെ തൊടുന്നോടാ. അയ്യോ എൻ്റെ ആശാൻ. ഓ അവ ആകാശത്തു എൻ്റെ അടിയിൽ. ഇല്ല ഇല്ല ഇല്ല, ആശാൻ മണ്ടേ കയറി. ആശാനെ എന്നെയും കൂടെ എടുത്തുകൊണ്ട് പോകും ആശാനെ. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഞാൻ കയറി. എൻ്റെ ആശാനെ തൊടുന്നോടാ. അയ്യോ എന്നെ എടുത്തോണ്ട് പോയത് ആശാൻ. അവൻ്റെ ബോഡി ഫുള്ള് കളറാ. എന്തൊരു പാരസൈറ്റ് പിടിച്ച. അയ്യോ ഞാൻ ആശാനെ ഇട്ടടിച്ച്. ഒരടി കൊടുത്തോട്ടെ ആശാനെ. ആശാനെ നമ്മൾ ഫ്രണ്ട്സ്. ഇതൊക്കെ ഫ്രണ്ട്സ്. നമ്മൾ അൾട്ടിമേറ്റ് കണ്ട. ഇപ്പം സ്പെഷ്യൽ പവർ ഉണ്ട്. ആശാൻ തീ തുപ്പുന്നു താഴോട്ട്. ആശാൻ മാസ് കട്ട ഫൈറ്റിന് പോവുക. ആശാന് പേടി വേണ്ട. മണ്ടയിലൊരു സാധനം പറക്കുന്നുണ്ടോ? അവൻ ചത്ത്. അടി ഉണ്ടാക്കുന്നു. അവൻ്റെ കൂടെ സിനിമ കാണുകയാണെങ്കിൽ ഞാൻ തെക്കോട്ടുള്ള വീഡിയോ ആശാൻ കൊടുക്കുന്നു. അയ്യോ ചത്ത് 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 ചത്ത്. നമ്മൾക്ക് ഇടിച്ച് സൂപ്പാക്കാൻ പോയാലും ആശാനെ വേണ്ട. എടാ എടാ വലിയ പ്രശ്നമായില്ല. ഉണ്ടോ നമ്മൾ സ്പെഷ്യൽ ചെയ്യും. നമ്മളവനെ കടിച്ചെടുത്ത് പൊട്ടിച്ച് 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 കണ്ടോ കണ്ടോ. സ്പെഷ്യലായ പിന്നെ പൊളിയാണ്. നമ്മളൊന്നും ആരും പിടിച്ചാൽ നിൽക്കില്ല. പിടിച്ചാൽ കിട്ടൂല നമ്മളെ. എന്നെ അടിക്കുന്നോടാ. പക്ഷേ അവൻ പോയി മുങ്ങി നൈസായിട്ട്. നീ എന്നെ അടിക്കാറോ മാത്രം വളർന്നു. എന്നെ അടിക്കാൻ നീ വളർന്നിട്ടില്ല. അയ്യോ ഇതാരാ? എൻ്റെ ആശാന്ത മണ്ടയിരുന്ന് പറക്കൊണ്ടുപോയി ഫൈറ്റ് ചെയ്യും. എൻ്റെ ആശാനെ തൊടുന്നോടാ. വേണമെങ്കിൽ തൊട്ടോ. എനിക്കൊന്നും ഈ അടി മേടിച്ചു കൂട്ടാ. പിന്നെ എൻ്റെ ആശാനെ കുടിക്കണം കൊണ്ടോ. അവൻ്റെ അടുത്തൊന്നും ആർക്കും പിടിച്ചിരിക്കാൻ പറ്റൂല. അത്രയ്ക്ക് പൊളിയാണ്. പ്രത്യേകിച്ച് അവൻ പറന്നിട്ടാണ് എല്ലാ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ അവിടെ ഒളിച്ചിരിക്കുക. കണ്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ അവനങ്ങ് അടിച്ചുകൊണ്ട് നമ്മുടെ പുറം ഇങ്ങനെ ഷൈനി ആയിരുന്നു. മനസ്സിലായി തിളങ്ങുന്നുണ്ടോ? അയ്യോ ഫ്രണ്ട്സ് ആവാൻ നോക്കാം. എടാ എന്നെ അടിക്കാനല്ലായിരുന്നു. ഞാൻ ചെന്നൈയിൽ നിന്ന് അടിച്ച് പെട്ടി കയറ്റു. നമുക്കപ്പോൾ ലാസ്റ്റായിട്ട് അവിടെ പോയി അടിച്ചു കിട്ടാം. ഫസ്റ്റായിട്ടൊന്നും അല്ല. ഒരു പ്രാവശ്യം അടി മേടിച്ച് 6767 എന്തോ ഇന്ന് പോയി. എന്തിനോ പോയി 6767. എൻ്റെ ആശാനത്തോട് ഇത് ആശാനൊന്നും അല്ലെന്ന് തോന്നുന്നു. വേറെന്തോ ജീവിയായി. ഓ പൊട്ടിത്തെറിച്ച്. അയ്യോ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്. എൻ്റെ കില്ലാണത്.
എൻ്റെ കില്ലാണത്. എൻ്റെ കില്ലാണ് ഈ കയ്യിരിക്കുന്നത്. എൻ്റെ കില്ലാണ്. ഞാനിന്ന് അവനെ കൊന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ഓ ദാ അവൻ എന്നെ തുപ്പുന്നു തീ. ഓ 2 തീയും കൂടെ. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. കൊല്ലടാ അവനെ, ഇടിച്ച് കൊല്ലടാ. എടാ അവനെ കൊല്ലല്ലേ. അവനെ കൊന്ന എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ല പൈസ കിട്ടും. അവൻ അവിടെ അടിയുണ്ടാക്കുമ്പോൾ അവനെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിടണം. എന്നെ തീ തുപ്പുന്നവൻ അവനെ കൊല്ലണം എനിക്ക്. അവർ റോൾ ചെയ്ത് അവനെ ഒന്നും കിട്ടിക്കാണൂല. എന്നെ കൊന്ന്. നമ്മളവനെ കൊല്ലാനായിട്ട് തിരിച്ചു പോവുക. അവൻ ചത്ത് ആണല്ലേ. അവൻ ചത്തില്ല. അവനിപ്പോഴും ജീവനോടെ ഉണ്ട്. അവിടെ തന്നെ സ്പോണായി. അവനെ കൊന്നു. അവൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാം. അതാ എന്നെ പിടിച്ചോണ്ട് പോയി. താഴെ കൊണ്ടുപോകുന്നു. ഓ ഞാൻ വീണ്ടും എന്നെ കൊണ്ടിപ്പോൾ വലിയ ശല്യമായല്ലോ. അതാ എന്നെ പറക്കി എടുത്തുകൊണ്ട് ഇപ്പോൾ പോയി. ഓ എവിടുന്നൊക്കെയാ തീ വരുന്നതെന്ന് പോലും അറിയാൻ വയ്യ. എവനെ ഒന്നും അടിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര അടി അടിച്ചു ഞാൻ. ഓക്കെ ചത്തു. അപ്പോൾ നമ്മളിതോടെ നിർത്തുകയാണ്. ഞാൻ തോറ്റ് മടുത്ത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് വേണമെങ്കിൽ ചെയ്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്തോ.